എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 24 നടത്തിയ ഷിഫ്റ്റ് 2 നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. First question, which of the following represents the epistemological orientation of quantitative research? Quantitative researchിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർപ്രറ്റീവിസം, കൺസ്ട്രക്ഷനിസം, പോസിറ്റീവിസം, ഇൻഡക്റ്റീവിസം. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 3 ആണ്, പോസിറ്റീവിസം ആണ്. പോസിറ്റീവ്സ് എംബസൈസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവായിട്ടുള്ള മെഷർമെൻറ്റും അതുപോലെ തന്നെ അവിടെ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഫാക്ട്സിനെ അൺകവർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് കാര്യം, അതായത് ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റും സയൻറ്റിഫിക് മെത്തേഡ്സ് അലൈൻ ചെയ്തിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ നേച്ചറുമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ്സം ആണ് എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റയിൽ നമ്മളൊരു തിയറി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻഡക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻ്റർപ്രറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിക്കൽ അപ്രോച്ചാണ്. അവിടെ നമ്മൾ സബ്ജക്റ്റീവ് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആക്ഷൻസ്, ഇവൻറ്റ്സ്, സോഷ്യൽ ഫിനോമിനി നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ഇൻ്റർപ്രറ്റേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് തിങ്സിനെ ഇൻ്റർപ്രറ്റീവ്സ് റിസർച്ചിൽ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻസിൻ്റെ അകത്ത് നോളഡ്ജ് നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെഷർ ഓഫ് ദ കൺസിസ്റ്റൻസി ഓഫ് ഒബ്സർവേഷൻ ഓഫ് എ സിംഗിൾ സിറ്റുവേഷൻ മെയ്ഡ് ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ റെഫേഴ്സ് ടു. അതായത് ഒരു സിംഗിൾ സിറ്റുവേഷനെ ഡിഫറൻസ് പീപ്പിൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഓഫ് ഒബ്സർവേഷൻ മെഷർ ചെയ്യുന്നതിന് എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി, ഇൻ്റർ-റൈറ്റർ റിലയബിലിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, ഇൻ്റർ-റൈറ്റർ റിലയബിലിറ്റി എന്നതുള്ളതാണ്. ഡിഫറെൻറ്റ് പീപ്പിൾസ് ഒരു സിംഗിൾ സിറ്റുവേഷൻസിൻ്റെ കൺസിസ്റ്റൻസി മെഷർ ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർ-റൈറ്റർ റിലയബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റർ ഒബ്സർവർ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more ഇൻഡിപെൻഡൻറ്റ് റൈറ്റേഴ്സ് നമ്മൾ അസസ് ചെയ്യുകയാണ്. അതായത് നമ്മളൊരു സെയിം ഫിനോമിനെ അസസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, ഒന്നിൽ കൂടുതൽ റൈറ്റേഴ്സാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഒരു പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തിട്ട് സെയിം ഡയഗ്നോസിസ്, അതായത് സെയിം രോഗമാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻ്റർ-റൈറ്റർ റിലയബിലിറ്റിയുടെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്റ്റെൻറ്റ് ഓഫ് മെഷറാണ്. അതായത് നമുക്കൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റിനെ ആ മെഷർ ചെയ്യാനായിട്ട്, അക്യുറേറ്റ്ലി മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു എക്സ്റ്റെൻറ്റിൻ്റെയാണ് നമ്മൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് നമുക്ക് അക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സ്റ്റെൻ്റ് ആണ്. ഇവിടെ ഒബ്സർവറുടെ എഫക്ട്സ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് വേരിയബിളിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടായിരിക്കും. അതാണ് ഈ ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ വരുന്നത്. ഏതറ്റം വരെയാണ് നമുക്കൊരു രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അസസ് ചെയ്യാനായിട്ട് വരും. ആ എക്സ്റ്റൻഷൻ്റെ ആ ഒരു അസസ്മെൻ്റ് ആണ് ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ നടക്കുന്നത്. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റിയാണ്. ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എങ്ങനെയാണ് ഒരു കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ സ്കില്ല് മെഷർ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അപ്രോച്ച് ഇൻ വിച്ച് റിസർച്ചർ യൂസ് ദ എക്സിസ്റ്റിംഗ് ഡേറ്റ ടു ക്രിയേറ്റ് ഗ്രൂപ്പ്സ് ഫോർ കമ്പാരിസൺ ഈസ് കോൾഡ്. അതായത് ഒരു റിസർച്ചർ എക്സിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് ഏത് തരം അപ്രോച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേഷണൽ, എക്സ്പോസ്റ്റ് ഫാക്ടോ, എക്സ്പെരിമെൻ്റൽ, ക്വാസി എക്സ്പെരിമെൻ്റൽ. ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ഓപ്ഷൻ 2 ആണ്, എക്സ്പോസ്റ്റ് ഫാക്ടോ അപ്രോച്ചാണിത്. അതായത് ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ മാനിപ്പുലേഷനിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ കമ്പാരിസനാണ് നമ്മളിവിടെ നടത്തുന്നത്. അതായത് നമ്മളിവിടെ 2 അതിൽ കൂടുതൽ ഗ്രൂപ്പ്സ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു എഫക്ട്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഒരു 10 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 2 സ്കൂളിലെയും കൂടെ റിസൾട്ട്
കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സിസ്റ്റ് ചെയ്തതിനെ നമ്മൾ മാനിപ്പുലേഷൻ ഒന്നും നടത്താണ്ട് ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഈ എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൽ വരുന്നത്. എക്സ്പെരിമെൻ്റലിൽ എന്താണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ അതിൻ്റെ എഫക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ ക്യാഷ് റിലേഷൻഷിപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ട്രൂ എക്സ്പെരിമെൻസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് റാൻഡ് അസൈൻമെൻറ്റ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് വളരെ കുറവാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ റാൻഡമൈസേഷനൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും എന്നത് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നോമിനൽ വേരിയബിൾസ്. നോമിനൽ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജെൻഡർ, അനോയൻസ് ലെവല്, കാസ്റ്റ്, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, എക്കണോമിക് സ്റ്റേറ്റസ്, ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ? നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെൻഡർ, അപ്പോൾ അവിടെ 2 ഓപ്ഷനുള്ളൂ, ഗേൾ അല്ലെങ്കിൽ ബോയ്. അതുപോലെ തന്നെ നമ്മൾ ലിറ്ററേറ്റ് ആണോ ഇല്ലിറ്ററേറ്റ് ആണോ എന്ന് കോളം തിരിച്ചെഴുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അത് നെയിമിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് ഈ നോമിനൽ വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ജെൻഡറും കാസ്റ്റും ആണ്. അതായത് എയും സിയും ആണ് ഇവിടെ വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇവിടെ കാസ്റ്റ് എഴുതുക. കാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് നമ്മൾ അവിടെ രേഖപ്പെടുത്തും. ജെൻഡർ പറയുമ്പോൾ ഗേൾ ആണോ ബോയ് ആണോ എന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. അപ്പം അങ്ങനെയുള്ളതാണ് ഈ നോമിനൽ വേരിയബിളിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ പ്രോബിലിറ്റീസ് കറസ്പോണ്ടിങ് ടു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയൻ ഇസഡ് ലൈങ് ഇൻ ദ ഫോളോയിങ് ഇൻ്റർവൽസ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അത് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, DBCA എന്നുള്ളതാണ്. ഡി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും അപ് ടു +1 വരെയുള്ളത് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി ബിയിലോട്ട് വരുമ്പം അവിടെ 0 to +3 വരെയുള്ള വാല്യൂസാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സിയിലോട്ട് വരുമ്പം ഒരു മീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്മോൾ റേഞ്ചാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി എയിലോട്ട് വരുമ്പം ലോവസ്റ്റ് ഏരിയ ആണ്. അത് ക്യാപ്ചേഴ്സ് വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം -∞ മുതൽ +1 വരെയാണ്. പക്ഷെ അതിനകത്ത് എല്ലാ നെഗറ്റീവ് വാല്യൂസും വരുന്നുണ്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കമ്മ്യൂണിക്കേഷൻ എ ടെക്സ്റ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ്. കമ്മ്യൂണിക്കേഷനിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രോഡക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ റെസ്പോൺസീവ്നെസ്, മിലിറ്ററി എക്സസൈസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, ന്യൂറോളജിക്കൽ റിസർച്ച്. ഏതായിരിക്കുമോ? ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. അതായത് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. അത് വായിച്ചു കഴിഞ്ഞ് നമുക്ക് സൊസൈറ്റി ഒരു ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയ ദാറ്റ് മാസ് മീഡിയ ഡു നോട്ട് ഹാവ് മച്ച് പവർ ടു ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ് ലെഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ്. അതായത് മാസ് മീഡിയയ്ക്ക് ഒരു ഓഡിയൻസിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ ഇല്ലെങ്കിൽ അത് എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റഡ് എഫക്റ്റ്, മാസ് എഫക്റ്റ്, ഇൻഡിവിജ്വൽ എഫക്റ്റ്, റെഗുലേറ്റഡ് എഫക്ട്സ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 1 ആണ്, ലിമിറ്റഡ് എഫക്റ്റ് ആണ്. നമുക്ക് അവരെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് ലിമിറ്റഡ് എഫക്റ്റ് ആണ്. നമ്മുടെ എഫക്റ്റ് അവിടെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും എഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വലിൽ 1-2 പേരേ ഉള്ളൂ, ഇൻഡിവിജ്വലിനെ മാത്രമേ ഉള്ളൂ. റെഗുലേറ്ററിൻ്റെ അകത്ത് ഇവിടെ റെഗുലേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് ലിമിറ്റഡ് എഫക്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് ഹോട്ട് മീഡിയ. താഴെ കൊടുത്തിരിക്കുന്നത് ഹോട്ട് മീഡിയ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെലിഫോൺ, ടെലിവിഷൻ, റേഡിയോ, സിനിമ, ഫോട്ടോഗ്രാഫ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് റേഡിയോ, സിനിമ, ഫോട്ടോഗ്രാഫ് എന്നിവയാണ് നമ്മൾ ഹോട്ട് മീഡിയ എന്ന ആ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ കൺസിഡർ ചെയ്യുന്നത്. മാർഷലിൻ്റെ മീഡിയ തിയറി അനുസരിച്ച് ഹോട്ട് മീഡിയ എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനേഷനുള്ള, നമ്മുടെ ഒരു സെൻസിനെ കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്യുന്ന, ഓഡിയൻസിൻ്റെ മിനിമൽ പാർട്ടിസിപ്പേഷൻ റിക്വയർ ചെയ്യുന്ന, റിച്ച് ആയിട്ടുള്ള ഡെൻസ് സെൻസറി എക്സ്പീരിയൻസ് നൽകുന്നതിനെയാണ് നമ്മൾ ഹോട്ട് മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ ഹൈ ഡെഫിനേഷൻ നേച്ചറാണ്. അതായത് ഒരു ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെസ് കോഗ്നിറ്റീവ് എൻഗേജ്മെൻ്റ് ആണ് നമുക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ലഭിക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ഒരു സെൻസിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നത്. അതായത് മൂവീസ്, ഫോട്ടോഗ്രാഫ്സ്, സൈറ്റാണല്ലോ. മൂവീസിലും ഫോട്ടോഗ്രാഫിലും വരുമ്പോൾ സൈറ്റാണ്. റേഡിയോസിലും ലെക്ചേഴ്സിലോട്ട് വരുമ്പോൾ അത് സൗണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. മിനിമൽ ഓഡിയൻസ് പാർട്ടിസിപ്പേഷനാണ് അടുത്ത പ്രത്യേകത. അതായത് നമുക്കിവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസറി എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ
ഭാഗത്തു നിന്ന് ലെസ് ആക്റ്റീവായിട്ട് നിന്നാൽ മതി നമുക്ക് കോണ്ടൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. എക്സാമ്പിളായിട്ട് വരുന്ന റേഡിയോ, ഫിലിംസ്, ഫോട്ടോഗ്രാഫ്സ്, പ്രിൻറ്റ് എന്നിവയൊക്കെയാണ്. ഇനി കൂൾ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ലോ ഡെഫിനിഷനാണ്. അവിടെ നമുക്ക് മോർ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ വേണം. അതുപോലെ തന്നെ നമുക്ക് അവിടെ മൾട്ടിപ്പിൾ സെൻസാണ് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. ഹോട്ട് മീഡിയയിൽ നമ്മുടെ ഒരു സെൻസിനെ മാത്രമാണ് എൻഗേജ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ സയൻസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദ നോളജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? മാസ് കമ്മ്യൂണിക്കേഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത സോഷ്യൽ സയൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സോഷ്യൽ സയൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്ത്രപ്പോളജി, സോഷ്യോളജി, സൈക്കോളജി, സോഷ്യൽ മെഡിസിൻ, ഡിഫൻസ് സ്റ്റഡീസ് എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 4 ആണ്. അതായത് ആന്ത്രപ്പോളജി, സോഷ്യോളജി, സൈക്കോളജി എന്നിവയാണ് മാസ് കമ്മ്യൂണിക്കേഷനിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന കൾച്ചേഴ്സിനെയും സോഷ്യൽ നോംസിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസൈറ്റ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇൻസൈറ്റ് നമുക്ക് തരുന്നത് എങ്ങനെയാണ് മീഡിയ മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യുകയും അതൊരു ഡിഫറെൻറ്റ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് എങ്ങനെയാണ് മീഡിയ മെസ്സേജസ് നമ്മൾ റിസീവ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവിടെ നോക്കുന്നത്. ഇനി സോഷ്യോളജിയിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ സോഷ്യൽ സ്ട്രക്ചേഴ്സാണ് എക്സാമിൻ ചെയ്യുന്നത്. അതിൽ തന്നെ ഗ്രൂപ്പ് ബിഹേവിയേഴ്സ്, മീഡിയയുടെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റ്, സോഷ്യൽ ഡൈനാമിക്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സോഷ്യോളജിയാണ്. ഇനി സൈക്കോളജിയിലോട്ട് വരുമ്പോൾ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ, കോഗ്നിറ്റീവ് പ്രോസസ്സിനെയാണ്. ഒരു മീഡിയ മെസ്സേജിനോട് എങ്ങനെയാണ് പീപ്പിൾ പെർസീവ് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ സൈക്കോളജിയിലൂടെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കോൺസെപ്റ്റ്, ലിസ്റ്റ് 2 റിലേറ്റഡ് മീഡിയംസ് ആണ് തന്നിരിക്കുന്നത്. അറ്റൻഷൻ എക്കണോമി, നാരോ കാസ്റ്റിംഗ്, സിങ്ക്രോണസ് ഓഡിയൻസ്, പെക്യുലർ ഫോം ഓഫ് പ്രസൻറ്റൻസ് എന്നിവയാണ് നമുക്ക് ലിസ്റ്റ് 1 കോൺസെപ്റ്റ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 റിലേറ്റഡ് മീഡിയംസ്, പബ്ലിക് സ്പീച്ച്, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, FM റേഡിയോ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് അറ്റൻഷൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, നാരോ കാസ്റ്റിങ്ങിൽ വരുന്ന FM റേഡിയോ, സിങ്ക്രോണസ് ഓഡിയൻസിൽ വരുന്ന പബ്ലിക് സ്പീച്ച്, പെക്യുലർ ഫോം ഓഫ് പ്രസൻറ്റൻസിൽ വരുന്ന ടെലിവിഷൻസ്. ഇൻ്റർനെറ്റാണ് നമ്മുടെ എക്കണോമിയുടെ മെയിൻ ആയിട്ടുള്ള അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. നാരോ കാസ്റ്റിങ്ങിലാണ് FM റേഡിയോ വരുന്നുള്ളൂ. ഇനി സിങ്ക്രോണസ് ഓഡിയൻസ് ആണ് നമ്മൾ സിങ്ക്രണൈസ് ചെയ്താണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് പബ്ലിക് സ്പീച്ചാണ്, ലൈവാണല്ലോ അവിടെ. ഇനി പെക്യുലർ ഫോം ഓഫ് പ്രസൻസ് ആണ് ടെലിവിഷനിൽ വരുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. റിസർച്ചിൽ, ആപ്റ്റിറ്റ്യൂഡിലെയും കമ്മ്യൂണിക്കേഷനിലെയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്